നമ്മുടെ കാഫിർ സ്ക്രീൻഷോട്ട് പാർട്ട് 2-ൽ ഒരു പുതിയൊരു വാർത്ത വരുന്നുണ്ട്. അതായത് പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദം. അതിൽ പേരാമ്പ്രയിലെ LDFന്റെ സ്ഥാനാർത്ഥി LDFന്റെ കൺവീനർ കൂടിയ TP രാമകൃഷ്ണൻ നോട്ടീസ്, ഡെപ്യൂട്ടി കളക്ടറാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണാണ് ഈ വിവരം പുറത്തു കൊണ്ടുവന്നത്. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വർഗീയ ചുവയുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് അനൗൺസ്മെന്റ് വാഹനം LDFന്റെ ഭാഗത്തു നിന്ന് അവിടെ അനൗൺസ്മെന്റ് നടത്തി എന്നുള്ളതായിരുന്നു കേസ്. ഫോമിലെ കുട്ടിക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് മറുപക്ഷം രഹസ്യമായി പ്രചരണം നടത്തുന്നുവെന്ന അനൗൺസ്മെന്റാണ് LDFന്റെ പ്രചരണ വാഹനത്തിൽ നിന്ന് ഉണ്ടായത്. LDFന്റെ പ്രചരണ വാഹനത്തിൽ കാസറ്റ് വെച്ച് റെക്കോർഡ് ചെയ്ത ശബ്ദമാണ് കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മുഹമ്മദ് അസ്ലം ചേരുകയാണ്. മുഹമ്മദ് അസ്ലം, കാഫിർ സ്ക്രീൻഷോട്ട് പാർട്ട് 2-ൽ നടപടി തുടങ്ങിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? പേരാമ്പ്രയിൽ LDFന്റെ പ്രചരണ വാഹനത്തിൽ നിന്നും ഉണ്ടായ ഒരു വിവാദമായ അനൗൺസ്മെന്റ്, അതായത് നമ്മുടെ കോമിലെ കുട്ടി വോട്ട് ചെയ്യുക എന്ന രീതിയിൽ മുസ്ലിം ലീഗിന്റെ പ്രചരണങ്ങൾ നടക്കുന്നു എന്ന രീതിയിൽ ഒരു പ്രചരണം, ഒരു റെക്കോർഡഡ് അനൗൺസ്മെന്റായി LDFന്റെ പ്രചരണ വാഹനത്തിൽ വന്നിരുന്നു. ആ വാർത്ത മീഡിയയോട് പുറത്തുവിട്ടതിന് പിന്നാലെ UDF അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ജില്ലാ വരണാധികാരിക്കും ജില്ലാ കളക്ടർക്കും അതോടൊപ്പം തന്നെ ചീഫ് ഇലക്ടർ ഓഫീസർക്കൊക്കെ പരാതി നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറാണ് ഇപ്പോൾ LDF കൺവീനറും അവിടുത്തെ പേരാമ്പ്രയിൽ LDFന്റെ സ്ഥാനാർത്ഥിയുമായ TP രാമകൃഷ്ണന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ അവർക്ക് വന്നിരിക്കുന്ന പരാതി, UDF നൽകിയിരിക്കുന്ന പരാതി, ഈ അനൗൺസ്മെന്റ് സംബന്ധിച്ചുള്ള പരാതി എന്ന് പറയുന്നത് ഈ അനൗൺസ്മെന്റ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. അതായത് സാമുദായികമായ രീതിയിലോ ഏതെങ്കിലും തരത്തിലുള്ള വിഭജനം ഉണ്ടാക്കുന്നതിലുള്ള പ്രചരണങ്ങൾ പാടില്ല എന്ന മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ, ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം എന്താണെന്ന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ, കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ ഇപ്പോൾ TP രാമകൃഷ്ണനെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അവർ ഇന്നലെ തന്നെ അവർ നൽകിയ 2 പരാതികളാണ് നൽകിയത്. ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റൊന്ന് പേരാമ്പ്ര പോലീസിലുമായിരുന്നു. പോലീസ് എന്തെങ്കിലും ഇതുവരെയും കേസൊന്നും എടുത്തിട്ടില്ല. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ നടപടികളിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ടം എന്ന അർത്ഥത്തിൽ ഇതിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ ലംഘനമാണെന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ TP രാമകൃഷ്ണനെ കുറിച്ച് ഇതിനെ ഡിഫെൻഡ് ചെയ്യാത്ത രീതിയിലാണ് സംസാരിച്ചത്. ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷണത്തോടെ ഞങ്ങൾ സഹകരിക്കും, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തും എന്നാണ് ഇന്നലെ TP രാമകൃഷ്ണൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ CPയെ സംബന്ധിച്ചുള്ളത് തന്നെ ന്യായീകരിക്കാൻ തക്ക തരത്തിലുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല. എന്നാലും നിലവിലെ അവസ്ഥയിൽ അവർക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറുടെ നോട്ടീസ് വന്നിരിക്കുകയാണ്. അവർക്ക് സ്വാഭാവികമായിട്ട് ഇതിന് മറുപടി നൽകേണ്ടി വരും. അവരെന്ത് മറുപടിയാണ് നൽകുക, അതിന്മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടികളാണ് സ്വീകരിക്കുക എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും അനൗൺസ്മെന്റ് വിവാദത്തിൽ കൂടി ഒരു നടപടിയിലേക്ക് പോവുകയാണ്. നടപടിയുടെ വിശദീകരണ നോട്ടീസ് ഇപ്പോൾ TP രാമകൃഷ്ണൻ വന്നിരിക്കുന്നു. അദ്ദേഹം LDFന്റെ സ്ഥാനാർത്ഥിയാണെന്ന് മാത്രമല്ല സംസ്ഥാന LDFന്റെ സംസ്ഥാന കൺവീനർ കൂടിയാണെന്നുള്ളത് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും TP രാമകൃഷ്ണൻ എന്ത് മറുപടി നൽകും, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്ത് മറുപടി നൽകും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജിമ്മി അസ്ലം, ഈ വിഷയം നമ്മൾ പുറത്തു കൊണ്ടതിന് ശേഷം പേരാമ്പ്രയിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടുണ്ടോ, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ടോ? ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്താണ് ഇതിന്റെ ഇമ്പാക്ട്? തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ പേരാമ്പ്രയിൽ പൊതുവെ വലിയ ചൂടുപിടിച്ച പ്രചരണം തന്നെയാണ് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫാത്തിമ തഹ്ലിയോട് വന്നതോടുകൂടി വളരെ ശക്തമായ ഒരു ആവേശത്തിലായിരുന്നു UDF ക്യാമ്പ്. അതിൻ്റെതായ ഒരു സംഘർഷം ശരിക്കും ആ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കാണാനുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിവാദം കൂടി വന്നതുകൂടി കുറച്ചുകൂടി പ്രചരണ രംഗത്ത് അതീവ ശക്തമായി തന്നെ LDFനെ ആക്രമിച്ചുകൊണ്ട് മുന്നേറുന്ന UDFനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണോ കാഫിർ സ്ക്രീൻഷോട്ട് സംബന്ധിച്ച് വിവാദമായ ഘട്ടത്തിൽ UDF ഷാഫി പറമ്പിലിന്റെ UDF ക്യാമ്പ് എങ്ങനെയാണോ വളരെയധികം CPMനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത്, LDFനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത്, അത്തരം ഒരു വിഷയം എന്ന അർത്ഥത്തിൽ തന്നെ ശക്തമായി തന്നെ ഇത് പ്രചരണമായി മാറുന്നുണ്ട്. LDFനെ സംബന്ധിച്ചോളം ന്യായീകരിക്കാൻ കഴിയുന്ന വസ്തുക്കൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ അല്പം പ്രതിരോധത്തിലാണ് പേരാമ്പ്രയിൽ നിന്ന് പറയേണ്ടി വരും. എന്തായാലും സജീവമായ പ്രചരണ വിഷയമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെയും മെനിയാന്നൊക്കെ തന്നെ ഫാത്തിമ തഹ്ലിയുടെ പ്രചരണ യോഗങ്ങളിൽ ആളുകൾ കൂടുന്നുണ്ട്. അവർ ഈ കാര്യം തന്നെ പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത്, എന്നാൽ ഇന്ന് വന്നത് മുതൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഞാൻ വരുന്നുണ്ടെന്ന രീതിയിൽ അത് വിശദീകരിച്ചുകൊണ്ടും താനൊരു വിഭാഗീയതയുടെയും ആളല്ല എന്ന കാര്യം വിശദീകരിച്ചുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാലും പേരാമ്പ്രയിലെ ഏറ്റവും അവസാന ഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ ആയുധമായി ഈ അനൗൺസ്മെന്റ് വിവാദം മാറി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുകയാണ്. ശരി.